കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മാങ്ങ വെച്ച് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ഡ്രിങ്ക് മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ വീട്ടിലൊരു പാർട്ടി ഒക്കെ ഉണ്ടെങ്കിലോ ഇഫ്താറിനോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. എങ്കിലാണ് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ 2 രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഈ വലിയ കഷ്ണങ്ങൾ നമുക്ക് മാംഗോ ജ്യൂസ് തയ്യാറാക്കാനാണ്. അതേപോലെ തന്നെ ഈ ചെറിയ കഷ്ണങ്ങൾ ജ്യൂസിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം മാംഗോ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിനുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പിൽ തയ്യാറാക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ 1 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് മിൽക്ക് മെയ്ഡ്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും ഒരു ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കട്ടിയിൽ അടിച്ചെടുക്കണം. നല്ല പഴുത്ത നല്ല കളറുള്ള അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് നമ്മുടെ ഷേക്കിനും അതേപോലെ മൊത്തത്തിൽ നമ്മുടെ ഡ്രിങ്കിനും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് നല്ല കട്ടിയിൽ അടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, നല്ലൊരു ലോങ് ഗ്ലാസ്. ഇതിൻ്റെ അടിവശത്തായിട്ട് 1-2 ടേബിൾ സ്പൂണ് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഈ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം. ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒരു ലെയറിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തിക്നെസ്സിൽ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഇഞ്ച് കനത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് 1-2 സ്കൂപ്പ് മാംഗോ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാങ്ങയുടെ പീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പുതിന ഇല കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാട്ടിലിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ വീടുകളിലും നല്ല പഴുത്ത മാങ്ങ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.